വെൽക്കം. തഹമനാണ് മൈക്രോബയോളജി ആൻഡ് പത്തഫിസിയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ ട്രിപ്പനീമ പാലിഡം ആൻഡ് ഓൾസോ അത് മൂലമുണ്ടാക്കുന്ന രോഗമാണ് സിഫിലിസ്. സോ സിഫിലിസിനെ കുറിച്ചും ട്രിപ്പനീമയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. സോ ആദ്യം നമുക്ക് സിഫിലിസ് എന്ന രോഗം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം ട്രിപ്പനീമ പാലിഡം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിഫിലിസിനെ പറ്റി പുറകെ പറയാം. ആൻഡ് ട്രിപ്പനീമ എന്ന് പറയുന്നത് ഒരു സ്പൈറോക്കീറ്റ് ആണ്. സ്പൈറോക്കീറ്റ് എന്ന് പറയുന്ന ബാക്ടീരിയ ഫാമിലിയിൽപ്പെട്ട ബാക്ടീരിയ ആണത്. സ്പൈറോക്കീറ്റിൽ പിന്നെ മനുഷ്യരിൽ രോഗം പരത്തുന്ന പ്രധാനമായിട്ടുള്ള രണ്ട് ഓർഗാനിസത്തിൽ ഒന്ന് ലെപ്റ്റോസ്പൈറയാണ്. സ്പൈറോക്കീറ്റ് ആണ്. പിന്നെ ഉള്ളത് ബൊറീലിയാണ്. സോ ഇത് രണ്ട് നമുക്ക് സെപ്പറേറ്റ് വേറെ പറയാം. സോ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ സിഫിലിസ് ആൻഡ് ട്രിപ്പനീമ പാലിഡം അതിനെ കുറിച്ച് പറയാം. ഈ ട്രിപ്പനീമയിലെ ട്രിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ എന്നാണ് അർത്ഥം. ടേൺ വളവുകൾ, തിരിവുകൾ അങ്ങനെയൊക്കെ ഉള്ളത്. സോ സ്പൈറൽ എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ കോയിൽഡ് എന്ന് വിളിക്കാം. നീമ എന്ന് പറഞ്ഞാൽ ത്രെഡ് ആണ്. ത്രെഡ് എന്ന് വെച്ചാൽ നൂല് പോലുള്ള. പാലിഡത്തിലെ പെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൽ സ്റ്റെയിനിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുക. സോ ട്രിപ്പനീമ പാലിഡം എന്ന് പറയുന്ന ഓർഗാനിസം ഹെലിക്കലി കോയിൽഡ് ആണ്. സോ ഇറ്റ് ഈസ് ഹെലിക്കലി കോയിൽഡ് ആണ്, സ്ലെൻഡർ ആണ്. ദെൻ വിത്ത് ഫൈൻ സ്പൈറൽസ് ആൻഡ് വിത്ത് പോയിന്റഡ് എൻഡ്സ്. അരത്തിരി പോയിന്റഡ് ഇങ്ങനെ ഇരിക്കും. ദെൻ ഇങ്ങനെ വരും. ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഏകദേശം നമുക്ക് വരയ്ക്കാവുന്നത്. ആൻഡ് ബാസിലറി സ്ട്രക്ചർ ആണ്. നീളം ഇത്തിരി ഉണ്ട്. ആൻഡ് ഇതിന്റെ അറ്റത്ത് നമുക്ക് 3 to 4 പോളാർ എൻഡ് ഫ്ലജെല്ലേറ്റ് ഉണ്ട്. സോ ഫ്ലജെല്ല നമുക്ക് ഇവിടെ കാണാം. സോ ഫ്ലജെല്ലേറ്റഡ് ആണ്, പോളാർ എൻഡ് ഫ്ലജെല്ലേറ്റ്സ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിന് സ്പെസിഫിക് മോട്ടിലിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ മോട്ടിലിറ്റി അല്ലെങ്കിൽ കോർക്ക് സ്ക്രൂ മോട്ടിലിറ്റി അല്ലെങ്കിൽ റൊട്ടേഷണൽ മോട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞ പല സ്പെഷ്യൽ മോട്ടിലിറ്റി ഉണ്ട് ഇതിന്. സോ ബാക്ടീരിയ ആണ്. അപ്പോൾ ഇത് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ആണ്. സോ ദീസ് ആർ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ആണ്. സ്റ്റെയിൻ ചെയ്യാൻ ബെസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫ്ലൂറസെൻസ് ആന്റിബോഡി സ്റ്റെയിനിങ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത്. പിന്നെയുള്ള മെത്തേഡ് സിൽവർ ഇംപ്രഗ്നേഷൻ മെത്തേഡാണ്. സിൽവർ വെച്ചിട്ട് ഇംപ്രഗ്നേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലിവാഡിറ്റി സ്റ്റെയിൻ ആണ്. ലിവാഡിറ്റി സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് ടിഷ്യൂസിലുള്ളവയെ നമുക്ക് സ്റ്റെയിൻ ചെയ്യാം. ദെൻ സിൽവർ നൈട്രേറ്റ് എന്ന് വെച്ചാൽ AgNO3 എന്ന് എഴുതാം. സിൽവർ നൈട്രേറ്റ് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ചെയിൻ ഓഫ് സ്പൈറോക്കീറ്റ്സ്. അപ്പോൾ ബ്ലാക്ക് കളറിലായിരിക്കും നമുക്ക് ഇതിനെ കാണാം. ഇനി സ്മിയർ പോലുള്ള സിൽവർ നൈട്രേറ്റ് വെച്ച് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ അപ്പിയർ ആസ് ബ്ലാക്ക് സ്പൈറോക്കീറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. ആൻഡ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്റ്റെയിനെ നമ്മൾ ഫോണ്ടാന സ്റ്റെയിൻ എന്നാണ് പറയുന്നത്. സോ സ്മിയർ സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫോണ്ടാന സ്റ്റെയിൻ. ഇനി ഇതിനെ കൾച്ചർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് നോൺ കൾട്ടിവേബിൾ ആണ്. സെൽഫ് ഫ്രീ മീഡിയയിൽ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റാബിറ്റ് ടെസ്റ്റിസിലാണ് ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. ആൻഡ് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്ത സ്ട്രെയിൻ എന്ന് പറയുന്നത് നിക്കോളിസ് സ്ട്രെയിൻ ആണ് ആദ്യമായിട്ട് നമ്മളിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തത്, കൾച്ചർ ചെയ്തത്. ഇനി ട്രിപ്പനീമ വേറെയും പല ടൈപ്പ് ഉണ്ട്. ട്രിപ്പനീമ എല്ലാമൊന്നും പാത്തോജനിക് അല്ല. ഉദാഹരണത്തിന് ഓറൽ കാവിറ്റി, ജെനിറ്റോ യൂറിനറി ട്രാക്റ്റിലൊക്കെ ഉള്ളതുണ്ട്. സോ ദീസ് ആർ നോൺ പാത്തോജനിക്. ഉദാഹരണം ട്രിപ്പനീമ ഫ്ലേഗോഡാമിൻസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ റീറ്റർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം സെൽ ഫ്രീ മീഡിയയിൽ വളരുന്നതാണ്. സെൽ റാബിറ്റ് ടെസ്റ്റിസ് ഒന്നും ആവശ്യമില്ല. ഓക്കെ. റീറ്റർ സ്ട്രെയിൻ ഗ്രോ ഇൻ സ്മിത്ത് നഗൂച്ചി മീഡിയ എന്ന് ഓർത്ത് വെക്കുക. സ്മിത്ത് നഗൂച്ചി മീഡിയയിൽ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും, വളരും. ഇനി നമുക്ക് സിഫിലിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിസ് ദ മോസ്റ്റ് ഏൻഷ്യൻ STD ആണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണിത്. ഒരുപാട് രോഗലക്ഷണങ്ങളുണ്ട്. പലവിധ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഇതിനകത്തുള്ളതുകൊണ്ട് ഗ്രേറ്റ് ഇമിറ്റേറ്റർ എന്നും ഈ അസുഖത്തിന് ഒരു പേരുണ്ട്. കാരണം പല രോഗലക്ഷണങ്ങളാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രശ്നങ്ങൾ വരും. ആൻഡ് ട്രിപ്പനീമ പാലിഡം വഴി രോഗം പകരുന്നത് പ്രധാനമായിട്ടും വൺ വേ ഈ സെക്ഷുവൽ കോണ്ടാക്ട് ആണ്. സെക്ഷുവൽ കോണ്ടാക്ട് വഴി രോഗം പകരാം. ഇതാണ് പ്രധാനമായിട്ടുള്ള കോണ്ടാക്ട്. രോഗമുള്ളവർ, കാരിയേഴ്സ് തുടങ്ങിയവരായിട്ടുള്ള ലൈംഗിക ബന്ധം വഴി പകരാം. ഇതാണ് പ്രധാനപ്പെട്ട വഴി. സോ വെനറൽ മോഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സെക്ഷുവൽ കോണ്ടാക്ട് ആണ് പ്രധാനം. ഇതല്ലാതെ നോൺ വെനീറൽ മോഡ് ഉണ്ട്. സെക്ഷുവൽ കോണ്ടാക്ട് അല്ലാതെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ മോഡ് എന്ന് വിളിക്കാം, നോൺ വെനീറൽ മോഡ്. സോ ഇതിൽ ഒന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. രോഗിയായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക. എക്സ്ട്രാ ജെനിറ്റൽ, ദാറ്റ് ഈസ് സ്കിൻ, ഫിംഗേഴ്സ്, ലിപ്പ്, ടങ്. സോ ശരീരത്തിന്റെ പല ഭാഗത്തുള്ള നോഡ്യൂൾസിലെ പസ് വഴി സ്കിന്നിലെ രോഗാണു ശരീരത്തിൽ. അതാണ് ഒരു വഴി. മറ്റൊരു വഴി എന്ന് പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും പകരാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി പകരുന്നത് ഇതുവഴി പകർന്നാൽ, പക്ഷെ നമ്മൾ ഇതിന് പുറകെ പറയുന്ന ഒരു രോഗലക്ഷണമുണ്ട്. ചാങ്കർ, പ്രൈമറി ചാങ്കർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതെല്ലാം ദീസ് ഓൾ ആർ അക്യൂർഡ് ആണ്. അക്യൂർഡ് എന്ന് വെച്ചാൽ ജനിച്ച് കുറെ നാൾക്കൊക്കെ ശേഷം ഉണ്ടാകുന്ന സിഫിലിസ് ആണ്, അക്യൂർഡ് സിഫിലിസ് ആണ്. ഇനി മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാസെന്റൽ ആണ്. ട്രാൻസ്പ്ലാസെന്റൽ ട്രാൻസ്മിഷൻ വഴിയും പകരാം. ഇതാണ് കൺജനിറ്റൽ സിഫിലിസ്. ഇത് നമ്മൾ വിശദമായിട്ട് പുറകെ വരുന്നുണ്ട്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നതാണ് കൺജനിറ്റൽ സിഫിലിസ്. സോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റേജസ് ആണ് പറയേണ്ടത്. ഈ സ്റ്റേജസ് പറയുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായിട്ട് ഈ ഓർഗാനിസം അതിന്റെ പത്തോഫിസിയോളജി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ബ്ലഡിലെത്തിക്കഴിഞ്ഞാൽ ഇത് പിടിക്കുന്നത് എൻഡോത്തീലിയൽ സെൽസ് ആണ്. എൻഡോത്തീലിയൽ സെൽസ് ഓഫ് ബ്ലഡ് വെസൽസിന്റെ
അതിന്റെ എൻഡോത്തീലിയൽ സെൽസിനെ അറ്റാക്ക് ചെയ്യും, അതിന്റെ വാളിനെയൊക്കെ ഡിസ്ട്രക്ട് ചെയ്യുന്നുള്ളതാണ്. സോ എൻഡ് ആർട്ടറൈറ്റിസ്. സോ എൻഡ് ആർട്ടറൈറ്റിസ് ആണ് പ്രധാനമായിട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ് പ്രശ്നം. സോ ഇതുമൂലം നാഡികളിലേക്കുള്ള നെർവിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ തടസ്സപ്പെടുന്നതിനാൽ പല തരം വീക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവർക്കൊന്നും ഈ വേദന ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സോ വേദന ഇല്ലാത്ത വീക്കങ്ങൾ ഇതിനകത്ത് വരാനുള്ള കാരണം ഇതാണ്. സോ പ്രധാനമായിട്ടും ബ്ലഡ് വെസൽസിനെ അറ്റാക്ക് ചെയ്യുന്നു, എൻഡ് ആർട്ടറൈറ്റിസ് ഉണ്ടാകും എന്ന് മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി സിഫിലിസ് രോഗം നമ്മൾ സാധാരണ എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിൽ 3 സ്റ്റേജസ് അല്ലെങ്കിൽ 4 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ രോഗം ഉണ്ടാവാനുള്ള ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു 9 to 90 days ആണ് നമ്മൾ പറയാം. എത്ര രോഗമാണോ ശരീരത്തിൽ എത്തി എന്നതും പ്രധാനമാണ്. സോ പ്രൊപ്പോർഷണൽ ടു ഇൻവേഡിംഗ് നമ്പർ ഓഫ് ഓർഗാനിസം, അതുകൊണ്ടാണ് 9 to 90 days എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൈമറി സിഫിലിസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. രോഗാണുമായിട്ടുള്ള എക്സ്പോഷർ ഉണ്ടായി ഒരു 4 weeks 4 ആഴ്ചക്ക് ഇത് ഉണ്ടാകും സാധാരണ. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഹാർഡായിട്ടുള്ള ഒരു ചാങ്കറാണ്. CHANCRE ഹാർഡ് ചാങ്കറാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ആൻഡ് തുടങ്ങുന്നത് ഒരു സിംഗിൾ അല്ലെങ്കിൽ പെയിൻലെസ് ആയിട്ടുള്ള വേദനയില്ലാത്ത ഇൻഡുറേറ്റഡ് അൾസർ ആയിട്ടാണ് ഇത് തുടങ്ങുക. ഒരു പാപ്പിളിൽ തുടങ്ങി സെൻറ്ററിൽ ഒരു വേഗത്തിലൊരു അൾസറായിട്ട് മാറും. മിക്കവാറും 1/3 ഓഫ് ദ കേസസ് ഇതുണ്ടാകും എന്നുള്ളതാണ്. ഇതിന്റെ നീളവും വീതിയൊക്കെ പറഞ്ഞാൽ 1 to 2 centimeter ഡയമീറ്റർ ഒക്കെ ഉള്ള ഒരു റേസ്ഡ് മാർജിൻസ് ആയിട്ടുള്ളതാണ് കാണുക. ആൻഡ് പുരുഷന്മാരിൽ ഇത് കാണുന്നത് മിക്കവാറും പെനിസിലായിരിക്കും. സ്ത്രീകളിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ സെർവിക്സിലോ അല്ലെങ്കിൽ ലേബിയ അവിടെയൊക്കെ ആയിട്ടായിരിക്കും കാണുക. അല്ലെങ്കിൽ പിന്നെ ഏനൽ കനാലിൽ, ഇപ്പോൾ ഏനൽ സെക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഏനൽ കനാല്, റെക്ടം, ഓറൽ സെക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ജെനിറ്റൽ, ത്രോട്ട്, ലിപ്പ്, ടങ്, സോ അവിടെയൊക്കെയുള്ള ഭാഗത്തും ചിലപ്പോൾ ഇത് കാണാം. ഇനി പ്രൈമറി ചാങ്കറിനോടൊപ്പം ഉണ്ടാകാവുന്നത് ഒരു റീജണൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, മിക്കവാറും ഇൻഗ്വൈനൽ എന്ന് വെച്ചാൽ കാലിന്റെ തൊടയുടെ കാറ്റാണ്. ഇൻഗ്വൈനൽ ലിംഫ് അഡിനോപ്പതി ഉണ്ടാകാം എന്നുള്ളതാണ്. ഇവിടെയും പെയിൻലെസ് ആയിട്ടുള്ള ഫേം ആയിട്ടുള്ള നോൺ സുപ്പറേറ്റീവ്, മിക്കവാറും ബയലാറ്ററൽ അപ്പുറപ്പുറം 2 തൊടയുടെ അപ്പുറപ്പുറമുള്ള ബയലാറ്ററൽ ആയിട്ടുള്ള ലിംഫ് അഡിനോപ്പതി കാണാം. സോ മൈൽഡ് ബയലാറ്ററൽ ലിംഫ് അഡിനോപ്പതി വിത്ത് പ്രൈമറി ഹാർഡ് ചാങ്കർ ആണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പ്രൈമറി സിഫിലിസിൽ കാണുക. എന്തായാലും ദിസ് വിൽ ബി അതിന്റെ സമയം കഴിയുന്തോറും ഇത് റിസോൾവ് ആകും, വിത്ത് ടൈം ഹീൽ ചെയ്യും എന്നുള്ളതാണ്. 3 to 9 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് റിസോൾവ് ചെയ്യും. ആൻഡ് ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ട്രിപ്പനിയം ഉണ്ട് എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി വെച്ച് കഴിഞ്ഞാൽ ഓർ ഫ്ലൂറിസൻ മൈക്രോസ്കോപ്പി അങ്ങനെയൊക്കെയുള്ള ടെക്നിക്സ് വഴി ചാങ്കറിനകത്തുള്ള നമുക്ക് ട്രിപ്പനീമയെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. സോ ഈ സമയത്ത് ആന്റിബോഡീസ് ഇതിനെതിരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല മിക്കവാറും കേസ്. ആന്റിബോഡി ടെസ്റ്റ് ഇപ്പോൾ VDRL, RPR ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളുണ്ട്. അത് പോസിറ്റീവ് ആയിരുന്നൊന്നുമില്ല, ചിലപ്പോഴെങ്കിലും അതും പോസിറ്റീവായിട്ട് കിട്ടാമെങ്കിലും ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ആണ് ഈ സമയത്ത് നമുക്ക് ട്രിപ്പനീമയൊക്കെ കാണാനായിട്ടുള്ള ബെസ്റ്റ് ടെസ്റ്റ്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി സിഫിലിസ് ആണ്. സെക്കൻഡറി സിഫിലിസ് ആഫ്റ്റർ 8 to 12 weeks 8 to 12 ആഴ്ച വരെ പറയുന്നുണ്ട് ആഫ്റ്റർ പ്രൈമറി സിഫിലിസ്. അപ്പോൾ ഹീലിംഗ് നടന്നതിന് ശേഷമുള്ള സ്റ്റേജ് ആണ് സെക്കൻഡറി സ്റ്റേജ്. ആൻഡ് ഇവിടെ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിനിലുള്ള റാഷസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് കാണുക. ഓക്കെ, പോളിമോർഫിക് റാഷസ് നമുക്ക് കാണാം. മോസ്റ്റ്ലി ഓൺ ദ പാം ആൻഡ് സോൾ. പാം എന്ന് വെച്ചാൽ കൈയുടെ ഉൾവശം, സോളിനകത്തും ഉള്ള റാഷസ് നമുക്ക് കാണാം. കോപ്പർ കളേർഡ് റാഷസ് ഓൾ ഓവർ ദ ബോഡിയും കാണാം. സോ റെഡ് ബ്രൗൺ പാൽമാർ പ്ലാന്റാർ റാഷസ് ആണ് നമ്മളിവിടെ കാണുക. ആൻഡ് ഓൾസോ പാച്ചി അലോപേഷ്യ എന്ന് വെച്ചാൽ ഇപ്പോൾ മുടി തല ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവിടെ ഇച്ചിരി മുടി പോകും, ഇവിടെ ഇച്ചിരി മുടി പോകും, അങ്ങനെ പല ഭാഗത്തായിട്ട് മുടി പോകുന്നതിനാണ് പാച്ചി അലോപേഷ്യ എന്ന് നമ്മൾ വിളിക്കുക. രണ്ടാമത്തെ ഒരു ഫീച്ചർ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് കോണ്ടൈലോമേറ്റ ലാറ്റയാണ്. കോണ്ടൈലോമേറ്റ പലതരമുണ്ട്, അതിൽ ലാറ്റ എന്നുള്ളതാണിത്. ആൻഡ് ഇതൊരു ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ലാർജ് ആയിട്ടുള്ള വലിയ പിങ്ക് ടു ഗ്രേ കളറിലുള്ള വെൽവെറ്റി മോയിസ്റ്റ് ലീഷൻസ് ആണ് ഈ കോണ്ടൈലോമേറ്റ ലേറ്റ എന്ന് പറയുന്നത്. വാട്ട് ആകാം അല്ലെങ്കിൽ പ്ലേക്ക് ലേക്ക് ആകാം, അങ്ങനെയൊക്കെയുള്ള സംഭവം. ആൻഡ് ഉണ്ടാവുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇന്റർട്രിജിമിനസ് റീജിയൻസിലാണ്. എന്ന് വെച്ചാൽ ഉദാഹരണം തൊടയുടെ ഉൾഭാഗം, ഇന്നർ തൈസ്, പെരിഏനൽ റീജിയൻ, ലോവർ ഏരിയ ഓഫ് ദ ബ്രസ്റ്റ്, ജെനിറ്റൽ. സോ അങ്ങനെ വാം ആൻഡ് മോയിസ്റ്റ് ഏരിയാസ് ഓഫ് അവർ ബോഡിയിലാണ് ഇത് ഉണ്ടാവുന്നത്. ആൻഡ് ദിസ് ഇസ് എക്സ്ട്രീംലി കണ്ടേജിയസ് ആണ്. പിന്നെ ഉള്ളത് മ്യൂക്കസ് പാച്ചസ് ആണ്. അത് സൂപ്പർഫിഷ്യൽ മ്യൂക്കസ് ഇറോഷൻസ് ഉണ്ടാകും, അത് വൾവയിൽ ഉണ്ടാകാം, പെരിഏനൽ ഏരിയ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞത് ചില ഭാഗങ്ങളിലുള്ള ലിംഫഡിനോപ്പതിയാണ്. ഇപ്പോൾ ജനറലൈസ്ഡ്, മിക്കവാറും ശരീരം മൊത്തമുള്ള ഭാഗങ്ങളിലൊക്കെ ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതിയും കൂടി ഉണ്ടാകും. ഇപ്പോൾ ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇതിനെതിരെ ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ടെസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ടെസ്റ്റ് ആയിട്ടുള്ള VDRL എന്ന് പറഞ്ഞ ടെസ്റ്റ് അല്ലെങ്കിൽ RPR ടെസ്റ്റ് ഒക്കെ ആയിരിക്കും നമ്മളിവിടെ ചെയ്ത് നോക്കുക. സോ ആക്റ്റീവ് ഡിസീസിന്റെ സ്റ്റേജാണ്. ആക്റ്റീവ് ഡിസീസ് ഉള്ളപ്പോഴാണ് അപ്പോഴത്തേക്കും ഈ സംഭവങ്ങളൊക്കെ അതിന്
അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുക. സോ സ്റ്റേജ് 1 പ്രൈമറി സിഫിലിസ് ആൻഡ് സ്റ്റേജ് 2 സെക്കൻഡറി സിഫിലിസ്, ഈ രണ്ടും ഹൈലി കണ്ടേജിയസ് സ്റ്റേജ് ഓഫ് ദ ഡിസീസ് ആണ്. രോഗം പകർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് ആയിരിക്കും ഇത്. ഇനി ലാസ്റ്റ് സ്റ്റേജ് നമുക്ക് പറയാനുള്ളത് ടെർഷറി സിഫിലിസ് ആണ്. പക്ഷെ അതിന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ട്, നമ്മൾ പറയുന്നത് ലേറ്റന്റ് സിഫിലിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. ആൻഡ് ലേറ്റന്റ് സിഫിലിസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ആക്കി പറഞ്ഞാൽ ഒരു 2 to 3 ഇയേഴ്സ് ഒക്കെയാണ് ഈ സമയം രോഗാണു ഈസ് ഓൾമോസ്റ്റ് ഇനാക്റ്റീവ് ഒക്കെ ആയിട്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. അപ്പോൾ നോ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒന്നുമില്ല, ഡിസീസ് ഒന്നും കാണപ്പെടുന്നില്ല, ആബ്സെൻസ് ഓഫ് ക്ലിനിക്കൽ സിംറ്റംസ് ആണ്. പക്ഷേ സിറോളജിക്കലി ആൾക്കാർ പോസിറ്റീവ് ആണ്, ബ്ലഡിനകത്ത് സംഭവം പോസിറ്റീവ് ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇത് തന്നെ നമുക്ക് വീണ്ടും രണ്ടാക്കാം വെച്ചാൽ ഏർലി ലേറ്റന്റ് സ്റ്റേജ് ആണ് ഒരെണ്ണം എന്ന് വെച്ചാൽ വിത്തിൻ ഫസ്റ്റ് ഇയർ, ആ സെക്കൻഡറി സിഫിലിസ് കഴിഞ്ഞ് വിത്തിൻ ഫസ്റ്റ് ഇയർ ആ ആദ്യത്തെ വർഷം തന്നെയാണ് രണ്ടാമത്തത്. അപ്പോൾ ഏർലി കഴിഞ്ഞാൽ പിന്നെ ലേറ്റന്റ് ആയിരിക്കും, ലേറ്റന്റ് സിഫിലിസ് അല്ലെങ്കിൽ നമുക്ക് ലേറ്റന്റ് എന്നും വിളിക്കാറുണ്ട്, ലേറ്റന്റ് സിഫിലിസ് എന്നും വിളിക്കാം. സോ ഇതാ രണ്ടാമത്തെ വർഷം തൊട്ട് ഉള്ളതാണ് ഈ സംഭവം. ആൻഡ് പേഷ്യൻസ് ഇൻഫെക്ഷ്യസ് ഒക്കെയാണ് ഏർലി സ്റ്റേജസ്, പ്രത്യേകിച്ച് ഇവിടെ ഏർലി സ്റ്റേജിൽ ഇത് ഇൻഫെക്ഷ്യസ് ആണ്. പിന്നെ പേഷ്യന്റ് പോകുന്നത് ലോങ് പിന്നീട് നീണ്ട ഇൻഫെക്ഷ്യസ് സ്റ്റേജിലേക്ക് അങ്ങ് പോകണം, ലൈഫ് ലോങ് ഇൻഫെക്ഷൻസ് പിടിക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് അങ്ങ് പോവുകയാണ്. ആൻഡ് ചിലർ ചിലപ്പോൾ അപൂർവമായിട്ട് സിറോളജിക്കൽ ടെസ്റ്റുകൾ നെഗറ്റീവായിട്ട് വന്നിരിക്കാം, പക്ഷേ ദീസ് ആർ സോഴ്സ് ഓഫ് കാരിയേഴ്സ് ആണ്. ഇതാണ് അപ്പോൾ അതിന്റെ ഇന്റർ ബിറ്റ്വീനുള്ള ഒരു സ്റ്റേജ്. ചിലപ്പോൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒന്നും കാണില്ല എന്നാണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത. ഇനി തേർഡ് സ്റ്റേജ്, അതിനെ നമുക്ക് ലേറ്റ് ഓർ ടെർഷ്യറി സിഫിലിസ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഇതൊരു 1/3 ഓഫ് ദ പേഷ്യൻസ്, അൺട്രീറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആഫ്റ്റർ സെവറൽ ഡെക്കേഡ്സ് ഓഫ് ലൈഫ് വീണ്ടും ആക്റ്റീവ് ഇൻഫെക്ഷൻ ആയിട്ട് തലവെക്കുന്നതിനെയാണ് നമ്മൾ ഈ ടെർഷ്യറി സിഫിലിസ് എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് ഇതിലൊരു 15% പേരിലുണ്ടാവുന്നതാണ് ഗമ്മ, GUMMA, ഗമ്മ. ലോക്കൽ കളക്ഷൻ ഓഫ് ഗ്രാനുലോമാറ്റസ് ടിഷ്യൂ മാസ് ഉണ്ടാകുന്നതിന്റെ ഒരു കളക്ഷനാണ്. പിന്നീട് അതിന്റെ ഒരു അൾസറേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ നെക്രോട്ടിക് സെന്റർ ഒക്കെ ഉണ്ടാകും. സോ അപ്പം നമ്മളതിനെ ഗമ്മാറ്റസ് ലീഷൻസ് അല്ലെങ്കിൽ സിഫിലൈറ്റിക് ഗമ്മ എന്നൊക്കെ വിളിക്കും. എന്തായാലും ഗമ്മയാണ് സംഭവം. സോ ബോണിലൊക്കെ വരാം, പ്രത്യേകിച്ച് ഉദാഹരണത്തിന് നോസിന്റെ സെപ്റ്റത്തിലേക്ക്, നെയ്സൽ സെപ്റ്റം ഓഫ് ദ നോസ്. സോ ലോക്കലി ഡിസ്ട്രക്റ്റീവ് ഗ്രാനുലോമാറ്റസ് ലീഷൻസ് ഇൻ ദ സെപ്റ്റം ഓഫ് നോസ് ഒക്കെ ഒരു ജാതി ഒരു സീനായിരിക്കും മുഖമൊക്കെ കാണാനായി. അതാണ് ഗമ്മ എന്ന് നമ്മൾ വിളിക്കുക. ഇനി ഒരു 10% പേരിലുണ്ടാകുന്നത് കാർഡിയോ വാസ്കുലാർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പ്രധാനമായിട്ടും അന്യൂറിസം ഓഫ് അസെൻഡിങ് അയോട്ട, ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്ന അസെൻഡിങ് അയോട്ടയിലാണ്. സോ അവിടെയുള്ള ബ്ലഡ് വെസൽസിന് വാസോറം ഓഫ് ദ ബ്ലഡ് വെസൽസ് എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ്. സോ അതിലുണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഈ അയോട്ടിക്കിന്റെ ഇവിടെയുള്ള വാൽവ് ഫെയിലിയർ ആകുമ്പോഴത്തേക്കും ബ്ലഡ് തിരിച്ചതിനകത്തേക്ക് അയോട്ടിക് റീഗർജിറ്റേഷൻ ഓഫ് ബ്ലഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കാർഡിയോ വാസ്കുലാർ പ്രശ്നങ്ങൾ. മറ്റൊരു 10% പേരിലുണ്ടാകുന്ന CNS മാനിഫെസ്റ്റേഷൻ. സോ ആക്ച്വലി CNSൽ ഇത് ഇൻഫെക്ഷൻ ഉണ്ടായ ആദ്യത്തെ നാൾ തന്നെ, ഫസ്റ്റ് ഫ്യൂ മന്ത്സിൽ തന്നെ CNS എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അതിന്റെ ആക്റ്റീവ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ആൻഡ് ഇതിനെയാണ് നമ്മൾ ന്യൂറോസിഫിലിസ് എന്ന് വിളിക്കുക, ന്യൂറോസിഫിലിസ്. എന്തായാലും ജനറൽ പാരസിസ് ഉണ്ടാവും, ജനറൽ ആകെ തളർച്ച അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ട്, ജനറൽ പാരസ് ഉണ്ടാവും. പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് വാസ്കുലൈറ്റിസ് ഓഫ് ആർട്ടറീസ് നമ്മൾ പറഞ്ഞ ബ്ലഡ് വെസൽസിലാണ് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. സോ വാസ്കുലൈറ്റിസ് ഓഫ് ആർട്ടറീസ് വഴി എംബോളിക് ഷോക്ക് ഉണ്ടാകും. അപ്പോൾ അവിടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ നോ ഹൈപ്പർ ടെൻഷൻ ഇല്ലാതെയുള്ള എംബോളിക് ഷോക്ക് ഉണ്ടാക്കാം. ദെൻ മെനിഞ്ചിയൽ ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനിഞ്ചിയൽ സിഫിലിസ് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കാം. ആൻഡ് അത് അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഡീമൈലിനേഷൻ ആണ്. ഡീമൈലിനേഷൻ ഓഫ് പോസ്റ്റീരിയർ കോളം ഓഫ് സ്പൈനൽ കോഡിന്റെ പുറകുഭാഗത്ത് ഇത്ര ഭാഗം ഡീമൈലിനേഷൻ നടക്കുന്നതുകൊണ്ടാണ്. സോ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നത്തെ നമ്മൾ ടേപ്സ് ഡോർസാലിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഗേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഗേറ്റ് എന്ന് വെച്ചാൽ നടത്ത രീതിയൊക്കെയാണ്, ബ്രോഡ് ബേസ്ഡ് ഗേറ്റ് നമുക്ക് കാണാം. ഓക്കെ, ഡീപ് ടെൻഡൻ റിഫ്ലക്സ് ഒന്നും ഉണ്ടാവില്ല അവർക്ക്, ഡിസീഷ്യ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ബിക്കോസ് ഓഫ് ദിസ് സെൻസറി ആ പ്രശ്നങ്ങൾ നെർവൊക്കെ ഡാമേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇനി ഉള്ളത് ടെർഷ്യറി സിഫിലിസിലെ പിന്നെ ഒരു പ്രശ്നം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട്, അതിന് നമ്മൾ പേര് ആർഗിൽ, സ്പെല്ലിംഗ് ഇങ്ങനെയാണ്, ആർഗിൽ റോബർട്ട്സൺ പ്യൂപ്പിൾ എന്നാണ്. ഇവിടെ പ്യൂപ്പിൾ ഉണ്ടല്ലോ, പ്യൂപ്പിൾ നമ്മുടെ ലൈറ്റിനോട് റിയാക്ട് ചെയ്യാതെ കൺസ്ട്രക്ഷൻ ഓഫ് പീപ്പിൾ വിത്ത് അക്കോമഡേഷൻ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ആർഗിൽ റോബർട്ട്സൺ പ്യൂപ്പിൾ എന്ന് വിളിക്കുക. സോ അങ്ങനെയുള്ളത്. അപ്പോൾ ഇതിന്റെ മൊത്തം സൈൻസ് ആൻഡ് സിംറ്റംസ് ബ്രോഡ് ആയിരിക്കും ബിക്കോസ് പല ഏരിയയൊക്കെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് റോംബർഗ് സൈൻ നമുക്ക് കാണാം. ദെൻ പിന്നെ ചാർക്കോട്ട് ജോയിൻസിലേക്കുള്ള പ്രശ്നങ്ങൾ. സോ ഇങ്ങനെയൊക്കെയുള്ള പല സൈൻസ് ആൻഡ് സിംറ്റംസ് കാണാം. ഇപ്പോൾ ന്യൂറോസിഫിലിസ് ആണെങ്കിൽ നമ്മൾ CSF എടുക്കണം, CSF എടുത്ത് ടാപ്പ് ചെയ്തെടുത്ത് അതിൽ നമുക്ക് VDRL ടെസ്റ്റ്, നമുക്ക് സിറോളജിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്യാം. ബെസ്റ്റ് ടെസ്റ്റ് ഈസ് FTA ആൻഡ് ABS ടെസ്റ്റ് ആണ്, ആൻഡ് PCR. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് ടു ഐഡന്റിഫൈ ഓർ കൺഫേം ദ ഡിസീസ് എന്ന് പറയുന്നത്. ഇതിന്
അതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് കൺജെനിറ്റലാണ്. കൺജെനിറ്റൽ സിഫിലിസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇത് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പ്ലാസെന്റൽ വഴി, പ്ലാസെന്റൽ ട്രാൻസ്മിഷൻ വഴിയാണ് പകരുക. ആൻഡ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇത് പകരില്ല എന്നുള്ളതാണ്. ഒരു 4th month, 4ാമത്തെ മാസം ഓഫ് ജസ്റ്റേഷൻ തൊട്ടാണ് ഇത് പകരുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 3 മാസം നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഈ ഗ്യാപ്പിൽ നമ്മൾ അമ്മമാരെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇവർക്ക് STD ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു ഗുണം നമുക്കുണ്ട്. ആൻഡ് ഇതിൻ്റെ തന്നെ മാനിഫെസ്റ്റേഷൻസ്, ഏർലി മാനിഫെസ്റ്റേഷൻ ഉണ്ട്, ലേറ്റ് മാനിഫെസ്റ്റേഷൻ. ഇത് 2 വയസ്സിന് ശേഷം ഉള്ളതാണ്. ഇത് ബിഫോർ 2 years. അപ്പോൾ ഇത് ഇൻട്രായൂട്ടറൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ തൊട്ട് തുടങ്ങാം. 4 മാസത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ ആ ഗ്രോത്ത് റിട്ടാർഡേഷൻ തുടങ്ങാം. മിക്കവാറും പിള്ളേർക്ക് അസിംപ്റ്റോമാറ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. എങ്കിലും കാണുന്ന ചില ലക്ഷണങ്ങൾ, ഒന്ന് പെർസിസ്റ്റന്റ് റൈനൈറ്റിസ് ആണ്. തുടർച്ചയായിട്ടുള്ള മൂക്കൊലിപ്പാണ്. അതിന് നമുക്ക് സ്നിഫിൾസ് എന്ന് വിളിക്കാം. സ്നിഫിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ടിഞ്ച്ഡ് ഓർ വൈറ്റ് നെയ്സൽ ഡിസ്ചാർജസ് അവരിൽ കാണാം. ദെൻ കോപ്പർ കളേർഡ് റാഷസ് ശരീരത്തിൽ നമുക്ക് കാണാം. ദെൻ നേരത്തെ പറഞ്ഞ കോണ്ടൈലോമേറ്റ ലാറ്റ നമുക്ക് കാണാം. ഫെംഫിഗസ് സിഫിലിസ്, സൂപ്പർഫിഷ്യൽ ഡിസ്ക്വാമേഷൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണാം. പിന്നെ സീരിയസ് ആയിട്ട് ഹെപ്പാറ്റോ സ്പ്ലീനോ മെഗാലി, സ്പ്ലീനും ലിവറൊക്കെ വലുതാവുന്ന പ്രശ്നം കാണാം. ജോണ്ടിസ് കാണാം. ദെൻ ഹൈഡ്രോപ്സ് ഫിറ്റാലിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോപ്സ് ഫിറ്റാലിസ് എന്ന് വെച്ചാൽ അബ്നോർമൽ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ബിൽഡപ്പ് ഇൻ ദ 2 or more കമ്പാർട്ട്മെന്റ് ഓഫ് ദ GIT. വയറ്റിനകത്തും ബോഡിക്കകത്തുമുള്ള കമ്പാർട്ട്മെന്റിനകത്ത് വെള്ളം ഭയങ്കരമായിട്ട് നിറഞ്ഞ് സീരിയസ് പ്രശ്നമാണ്. ദെൻ ബോൺ അബ്നോർമാലിറ്റീസ്, അതിനെ നമ്മൾ വിളിക്കുക പാരറ്റ് സ്യൂഡോ പാരാലിസിസ് എന്നാണ് വിളിക്കുക. ആൻഡ് ഇമ്മൊബിലിറ്റി ഒക്കെ വരാം, ബോണിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഏർലി മാനിഫെസ്റ്റേഷൻസ്. ഇനി ലേറ്റ് കൺജെനിറ്റൽ എന്ന് പറയുമ്പോൾ 2 വയസ്സിന് ശേഷം ഉണ്ടാകാവുന്നതിന്റെ അതിന് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഹച്ചിൻസൺ ട്രയാഡ് എന്ന് പറയുന്ന സംഭവമാണ്. ആൻഡ് ഇതിൽ ഒന്ന് പല്ലിനുള്ള പ്രശ്നമാണ്, ഡെന്റൽ അബ്നോർമാലിറ്റി. ഉദാഹരണത്തിന് ഹച്ചിൻസൺസ്, ഇത് തന്നെ ഹച്ചിൻസൺസ് ടീത്ത് എന്ന് പറയുന്നത് വെച്ചാൽ നോച്ച് ഇൻ ദ മിഡിൽ ഓഫ് ദ ടീത്ത്. പല്ല് ഇപ്പൊ ഇങ്ങനെ, ഇത് ഫുൾ പല്ലാണെങ്കിൽ ഇവിടെ ഇത്രയും സ്ഥലത്ത് പല്ലില്ല, നോച്ചാണ്. ഇത് അടുത്ത പല്ലാണെങ്കിൽ നോച്ച്. ഇതിനാണ് നമ്മൾ ഹച്ചിൻസൺസ് ടീത്ത് എന്ന് പറയാം. ദെൻ പിന്നെ ഉള്ളത് മൾബറി ടീത്ത് ആണ്. മൾബറി ടീത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മോളാർ ടീത്ത് ശരിയായി ഡെവലപ്പ് ചെയ്യില്ല. മോളാർ, പ്രീ മോളാർ ഒക്കെ ഓർത്ത് നോക്കിയാൽ അതിലെ ഫസ്റ്റ് മോളാർ ഇത് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദെൻ സൈബർ ഷിൻ എന്ന് പറയുന്നത് ആന്റീരിയർ ബോവിങ് ഓഫ് ദ ലിബിയ എന്ന് പറയുമ്പോൾ എല്ലാണ്, എല്ലിന്റെ ആന്റീരിയർ ഭാഗം ഒന്ന് വളയുന്നതിനാണ് സൈബർ ഷിൻ എന്ന് പറയുന്നത്. പിന്നെ മുഖത്തുള്ളത് ഷോർട്ട് മാക്സില്ല, മുഖത്തെ മാക്സില്ല ചെറുതായിരിക്കും. ദെൻ സാഡിൽ നോസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ, മൂക്കിന്റെ ആ നടുവിലെ പാലം എന്ന് പറയുന്നത് അത് പരന്നിരിക്കുകയാണ്. ബിക്കോസ് എല്ലിന്റെ പ്രശ്നങ്ങൾ മൂലമാണ്, നേസൽ ബോംബ് സെറ്റത്തിന്റെ പ്രശ്നങ്ങൾ മൂലമാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഡിഫ്യൂസ് ഫൈബ്രോസിസ് ഒക്കെ മൂലമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. സോ ഇതൊക്കെയാണ് അതിന്റെ ഒരു ലക്ഷണങ്ങളിൽ ചിലത്. ഡെന്റൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ബോൺ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെയുള്ള രണ്ടാമത്തെ ഇതിന്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ സെൻസറി അബ്നോർമാലിറ്റി ആണ്. സെൻസോ ന്യൂറൽ ഡെഫ്നെസ് അല്ലെങ്കിൽ 8ാമത്തെ, ഇങ്ങനെയല്ല എഴുതേണ്ടത്, 8 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതണം. 8th നെർവ് ഡാമേജ് അല്ലെങ്കിൽ അതുമൂലമുള്ള ഡെഫ്നെസ് ഉണ്ടാകും എന്നുള്ളതാണ്. ദെൻ പിന്നെ ഒരു പ്രശ്നം ക്ലട്ടൺ ജോയിന്റ്സ് ആണ്. ക്ലട്ടൺ ജോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനാരഹിതമായിട്ടുള്ള സിമെട്രിക്കൽ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്, പ്രത്യേകിച്ച് മുട്ടുകാല്, നീ ജോയിന്റിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ക്ലട്ടൺ ജോയിന്റ്സ് എന്ന് പറയാം. മൂന്നാമത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കണ്ണിലാണ്. ഇന്റർസ്റ്റീഷ്യൽ കെരാറ്റൈറ്റിസ് എന്നുള്ള പ്രശ്നം, ഐ കോർണിയ എക്സെട്ര അതിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. കോർണിയൽ ഒപ്പാസിറ്റി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്താ പറയുക, രോഗലക്ഷണങ്ങളൊക്കെ വൈഡായിട്ടുള്ളതുകൊണ്ട് ഗ്രേറ്റ് ഇമിറ്റേറ്റർ എന്ന് വെച്ചാൽ ഒരുപാട് ലക്ഷണങ്ങളാണ് ഇത് കാണിക്കുക. സോ അപ്പോൾ അതിന്റെ ടെസ്റ്റുകൾ പറഞ്ഞാൽ ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ഈ രോഗം ഉണ്ടോ, ഇപ്പോൾ അമ്മമാരിലൊക്കെ രോഗം ഉണ്ടോ എന്നൊക്കെ അറിയാൻ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കൺഫർമേഷൻ, അത് ഉറപ്പിക്കാനായിട്ടുള്ള ടെസ്റ്റ്. ഇപ്പോൾ പ്രൈമറി സിഫിലിസിലാണെങ്കിൽ കൺഫർമേഷൻ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവിടെ നമുക്ക് ആ സംഭവം കണ്ടുപിടിക്കാൻ നേരിട്ട്. ദെൻ സെക്കൻഡറി ആൻഡ് ടേഴ്സറി സിഫിലിസിലൊക്കെ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് RPR ആൻഡ് ഓൾസോ VDRL ആണ് നമ്മൾ ചെയ്യുക. സോ ഇതെല്ലാം രോഗാണുവിനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഇൻഡയറക്റ്റ് ടെസ്റ്റുകളാണ് ഇതെല്ലാം. സോ RPR എന്ന് വെച്ചാൽ റാപ്പിഡ് പ്ലാസ്മ റീജിയൻ ആണ്. ആൻഡ് VDR എന്ന് വെച്ചാൽ വെനീറൽ ഡിസീസ് റിസർച്ച് ലാബിന്റെ ടെസ്റ്റ് ആണ്. സോ RPRന്റെ ടൈറ്റർ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.8 പ്ലസ് ഒരു ടിപ്പിക്കൽ റാഷും കൂടി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കൺഫർമേറ്ററി ആയിട്ട് എടുക്കാം. ആന്റിബോഡി ടെസ്റ്റ് സ്ക്രീനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. ദെൻ ഈ VDRന്റെ കുഴപ്പം മറ്റു പല ടെസ്റ്റുകളിലും ഇത് ഫാൾസ് പോസിറ്റീവ് കിട്ടുമെന്നുള്ള, ഇപ്പോൾ ഗർഭിണികളിൽ ഇത് ഫാൾസ് പോസിറ്റീവ് കിട്ടും. വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ BV, ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടും. ലൂപ്പസ് ഉള്ള സ്ത്രീകളിൽ ലെപ്രസ് അല്ലെങ്കിൽ റൊമാറ്റിക് ഫീവർ സോ ഇതിൽ കിട്ടും. ഇതിലൊക്കെ ചിലപ്പോൾ പോസിറ്റീവ് കിട്ടും. ചില മരുന്നുകൾ ഈവൻ ക്ലോർപ്രൊമാസിനോ പ്രൊക്കൈനമാഡോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ വരെ ചിലപ്പോൾ VDRL ടെസ്റ്റ് ചിലപ്പോൾ പോസിറ്റീവ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ആൻഡ് വാട്ട് ഇസ് എ കൺഫർമേറ്ററി ടെസ്റ്റ്? കൺഫർമേറ്ററി ഫൈനൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ FDA ആണ്. FDA
നമുക്ക് ചെയ്യാം, വിത്ത് ABS നമുക്ക് ചെയ്യാം. ദെൻ TTPA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാർട്ടിക്കിൾ അഗ്ലൂട്ടിനിൻ ടെസ്റ്റ് ആണ് ഫോർ ട്രിപ്പനിമ പാലിഡത്തിനുള്ള പാർട്ടിക്കിൾ അഗ്ലൂട്ടിനിൻ ടെസ്റ്റ്, ആന്റിജൻ ആന്റിബോഡി ടെസ്റ്റ് ഒക്കെയാണ്. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇനി നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ്, അസുഖത്തിന് മരുന്ന് എന്ത് കഴിക്കുമെന്ന് വെച്ചാൽ പ്രൈമറി ആക്ച്വലി ട്രീറ്റ്മെന്റ് സിമ്പിൾ ആണ്. ബെൻസാത്തിൻ പെൻസിലാണ്. ബെൻസാത്തിൻ പെൻസിൽ വെച്ചാൽ ലോങ് ആക്ടിങ് പെൻസിലിനാണ്. ബെൻസാത്തിൻ പെൻസിലിൻ നമുക്ക് കൊടുക്കാം. പ്രൈമറി, സെക്കൻഡറി, ഏർലി, ലേറ്റൻ, സിംഗിൾ, അതിനൊക്കെ ഒറ്റ ഡോസ് കൊടുത്താൽ മതി. സിംഗിൾ ഇൻട്രാമസ്കുലാർ ഡോട്ട് ഒരു 2.6 മില്യൺ യൂണിറ്റ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം പൊക്കുള്ളൂ. അത് പെൻസിലിൻ കഴിക്കാൻ പറ്റാത്തവർക്ക് ഡോക്സിസൈക്ലിനോ ഈവൻ പെൻസിലിനും പ്രശ്നമാണ്. എങ്കിലും സെഫ്രിയാക്സോൺ, സെഫലസ്പോറിൻ പ്രശ്നമില്ലെങ്കിൽ സെഫ്രിയാക്സോൺ ഒക്കെ നമുക്ക് കൊടുക്കാം. ലേറ്റന്റ് ആണെങ്കിൽ, ലേറ്റന്റ് ടേഴ്സറി ഒക്കെ ആണെങ്കിൽ നമ്മൾ 10 മില്യൺ യൂണിറ്റ് ഓഫ് IM ആയിട്ട് നമ്മൾ ബെൻസാത്തിൻ പെൻസിലിൻ കൊടുക്കേണ്ടി വരും. 3 ആഴ്ച 3 വീക്സ് കൊടുക്കേണ്ടി വരും. ന്യൂറോസിഫിലിസ് ആണെങ്കിൽ IV ആയിട്ട് കൊടുക്കണം. IV പെൻസിലിൻ G ഒരു 10 to 14 ദിവസം നമ്മൾ കൊടുക്കുക. അപ്പോൾ ഡീസെൻസിറ്റിവിറ്റി ടു പെൻസിലിൻ ആദ്യം ചെയ്തിട്ട് വേണം പെൻസിലിൻ നമ്മൾ കൊടുക്കാൻ. ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അലർജിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പെൻസിലിൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ജാരിഷ് ഹെക്സീമിയ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകാം. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫീവർ, ചിൽ, ഹൈപ്പോടെൻഷൻ ഒക്കെ വരുന്ന ഈ രോഗാണു ചത്തങ്ങ് ഇഷ്ടംപോലെ ബ്ലഡിനകത്തേക്ക് വരുന്നത് കൊണ്ടുണ്ടാകുന്ന റിയാക്ഷനാണ് ജാരിഷ് ഹെക്സീമിയ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ NSAIDs നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മെറ്റോസിനോൾ പോലെയുള്ള ഓപ്പിയോയിഡ് മരുന്നോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രിപ്പനിമ പാലിഡം ആൻഡ് സിഫിലിസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.